പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അത്ഭുതകരമായ ഒരു ഇസ്മാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഇസ്മിൻ്റെ പ്രത്യേകതകൾ, ഈ ഇസ്മിൻ്റെ ചില അമലുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകും. എല്ലാ വിഷയങ്ങളിൽ നിന്നും സംരക്ഷണം നൽകും. അതോടൊപ്പം രോഗശമനത്തിന് വളരെയധികം ഉത്തമമാണ് ഈ ഇസ്മിൻ്റെ അമൽ എന്നുള്ളത്. അപസ്മാര രോഗികൾക്കൊക്കെ പ്രത്യേകിച്ച്, അതുപോലെ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിട്ടുനിൽക്കാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വ്യഭിചാരം പോലെയുള്ള, സ്വയംഭോഗം പോലെയുള്ള തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ ഈ ഇസ്മിൻ്റെ അമൽ വളരെ ഉപകാരപ്രദമാണ്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അമലുകളുള്ള ഹഫീള് എന്നുള്ള ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക. എന്താണ്, എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ മജ്‌ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന മുസ്തഫ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ, വിഷമങ്ങളെ മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ 39ാമത്തെ ഇസ്മാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പല ഇസ്മുകളും നമ്മൾ ചർച്ച ചെയ്തു, പല ഇസ്മുകളുടെയും അമലുകളും നമ്മൾ ചർച്ച ചെയ്തു. 39ാമത്തെ ഇസ്മ ഹഫീള് എന്നുള്ളതാണ്. ഹഫീള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷണം നൽകുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംരക്ഷണം നൽകുന്നവനാണ്. അല്ലാഹു ആണ് സംരക്ഷണം നൽകുന്നവൻ. അല്ലാഹു സംരക്ഷണം നൽകിയാൽ വേറെ ആരും നമ്മുടെ സംരക്ഷണത്തിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അല്ലാഹു സംരക്ഷണം നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ എന്തൊക്കെ സംരക്ഷണത്തിന് വേണ്ടി നാം ഒരുക്കി വെച്ചിട്ടും കാര്യമില്ല. നാം ഒന്ന് വഴുതി വീണാൽ പോലും നമ്മെ സംരക്ഷിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല, ഒരാൾക്കും സാധ്യമാവുകയില്ല. അപ്പൊ യഥാർത്ഥ സംരക്ഷകൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണത്തിലാണ് നാം തവക്കുലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള സംരക്ഷണം നൽകുന്നവനായ അല്ലാഹ് എന്നുള്ളതാണ് അത്ഭുതകരമായ ഹഫീള് എന്നുള്ള ഇസ്മിന്റെ അർത്ഥം വരിക. വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഹഫീള് എന്നുള്ള ഇസ്മിനെ പരാമർശിച്ചിട്ടുണ്ട്. ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീള്, സൂറത്ത് ഹൂദിന്റെ 57ാമത്തെ ആയത്താണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആയത്തുകൾ നമുക്ക് വിശുദ്ധമായ ഖുർആനിൽ കാണാൻ കഴിയും. ഹഫീള് എന്നുള്ള അത്ഭുതകരമായ ഇസ്മിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ അദദ് വരുന്നത് 998ആണ്. ഹ 8, ഫ 80, യ 10, ള 900, ടോട്ടൽ 998. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകൾ അതിൻ്റെ അദദ് പ്രകാരമാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഇൻഷാ അല്ലാഹ് പല ഇസ്മുകളുടെയും അമലുകൾ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഹഫീള് എന്നുള്ള ഇസ്മിൻ്റെ ചില പ്രധാനപ്പെട്ട അമലുകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഒന്നാമത്തെ അമൽ എന്നുള്ളത് നമുക്ക് സംരക്ഷണം ലഭിക്കാൻ, എല്ലാ ശർറുകളിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കണം, ദോഷം ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷണം ലഭിക്കണം. പല ആളുകളും പരാതി പറയുന്ന വിഷയമാണ്, അമിതമായി തെറ്റ് ചെയ്യുകയാണ്, അതിൽ നിന്നൊരു സംരക്ഷണം ലഭിക്കണം. ദീനിൻ്റെ വിഷയത്തിൽ നമുക്ക് സംരക്ഷണം ലഭിക്കണം. ഈമാൻ തെറിച്ചു പോവുക എന്നുള്ളത് ഏറ്റവും വലിയ പരീക്ഷണമാണ്. അതിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കണം. ദുനിയാവിൻ്റെ വിഷയങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കണം. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കണം. എല്ലാ വിഷയത്തിലും നമുക്ക് സംരക്ഷണം ലഭിക്കാൻ പൈശാചികമായ ശർറുകളിൽ നിന്നാകട്ടെ, മാനുഷികമായ ശർറുകളിൽ നിന്നാകട്ടെ, എല്ലാത്തിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കാൻ ഹഫീള് എന്നുള്ള ഇസ്മിനെ നമ്മൾ ധാരാളം അധികരിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹഫീള് എന്നുള്ള ഇസ്മിൻ്റെ ഒരു ഏലസ് നമ്മൾ ധരിക്കുന്നതും, അതിൻ്റെ പ്രത്യേക രൂപത്തിലുള്ള കളമടക്കിയിട്ട് ഏലസാക്കിയിട്ട് നമ്മൾ ധരിക്കുന്നതും സംരക്ഷണം ലഭിക്കപ്പെടാൻ കാരണമാകുമെന്ന്
നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് അപസ്മാര രോഗത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ. അപസ്മാര രോഗം എന്നുള്ളത് വളരെ അപകടകരമായ രോഗമാണ്. എപ്പോഴാണ് അത് വരിക എന്ന് പറയാൻ കഴിയില്ല. വായയിൽ നിന്ന് നുരയും പതയുമൊക്കെ വന്ന് വല്ലാത്ത ഒരു അവസ്ഥയാണ് അപസ്മാര രോഗികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകട്ടെ. അങ്ങനെയുള്ള രോഗികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകട്ടെ. അപസ്മാര രോഗികൾക്ക് ഹഫീള് എന്നുള്ള ഇസ്മിൻ്റെ പ്രത്യേകമായ രൂപത്തിൽ കളമടക്കിയ ഏലസ് ധരിക്കുന്നത് അവരുടെ ആ ഒരു രോഗത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ കാരണമാകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത് രോഗത്തിൽ നിന്ന് നമുക്ക് ശിഫ ലഭിക്കാൻ. പല രോഗവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങളായിരിക്കാം. നമ്മളുടെ ശരീരത്തിനോട് അക്രമം ചെയ്ത കാരണത്താൽ, ഭക്ഷണ രീതി കൊണ്ടോ മറ്റോ അക്രമം ചെയ്ത കാരണത്താൽ ചിലപ്പോൾ രോഗിയായേക്കാം. അത് നമ്മൾ നിയന്ത്രിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വ്യായാമങ്ങൾ കൊടുക്കണം. എന്നാൽ പരീക്ഷണമായിട്ട് അള്ളാഹു നൽകുന്ന രോഗങ്ങൾ അത് ശിഫയായി കിട്ടാൻ നമ്മൾ ഭക്ഷണം നിയന്ത്രിച്ചിട്ട് കാര്യമില്ല, റബ്ബിൻ്റെ സഹായം തേടണം. അങ്ങനെയുള്ള രോഗങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി 998 തവണ ഹഫീൽ എന്നുള്ള ഇസ്മിൻ്റെ അതതാണത്. യാ ഹഫീൽ യാ അല്ലാ, യാ ഹഫീൽ യാ അല്ലാ, യാ ഹഫീൽ യാ അല്ലാ എന്ന് ചൊല്ലിയിട്ട് 7 ദിവസവും നമ്മൾ അത് മന്ത്രിക്കുക എന്നുള്ളതാണ്. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ചു കുടിക്കാം, നമ്മുടെ ശരീരത്തിലേക്ക് മന്ത്രിച്ചൂതാം. 998 തവണ ചൊല്ലുക, എന്നിട്ട് മന്ത്രിക്കുക. 7 ദിവസം തുടർച്ചയായി ചെയ്യുക. അതോടൊപ്പം ഒരു പാത്രത്തിൽ ഹഫീൽ എന്നുള്ള ഇസ്മ എഴുതിയിട്ട് നമ്മൾ വെള്ളം കൊണ്ട് മായ്ച്ചത് കുടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഭവിക്കുന്ന രോഗത്തിൽ നിന്ന് നമുക്ക് ശിഫ നൽകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. നാലാമത്തെ ഒരു അമൽ എന്നുള്ളത് നിർഭയത്വത്തിന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു നിർഭയത്വം നൽകാൻ. പല വിഷയങ്ങളെയും ഭയന്ന് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടാകും. രാത്രിയെ ഭയമുള്ളവർ, ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങാൻ ഭയമുള്ളവർ, അക്രമികളെ ഭയപ്പെടുന്നവർ, കള്ളന്മാരെ ഭയപ്പെടുന്നവർ, പിശാചിനെ ഭയപ്പെടുന്നവർ, പ്രേതഭൂതാദികളെ ഭയപ്പെടുന്നവർ, ജിന്ന് വർഗങ്ങളെ ഭയപ്പെടുന്നവർ, രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ ഭയപ്പെടുന്നവർ, ഇങ്ങനെ തുടങ്ങിയ ഭയമെന്തുമാകട്ടെ, നമുക്കൊരു നിർഭയത്വം ലഭിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ആ വിഷയത്തിൽ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഹഫീൽ എന്നുള്ള ഇസ്മിനെ 101 തവണ ചൊല്ലിയിട്ട് യാ ഹഫീൽ യാ അല്ലാ, യാ ഹഫീൽ യാ അല്ലാ, യാ ഹഫീൽ യാ അല്ലാ എന്ന് ചൊല്ലിയിട്ട് നമ്മൾ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് മന്ത്രിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു വിഷയത്തെയാണോ ഭയക്കുന്നത് ആ ഒരു വിഷയത്തിൽ നിന്ന് നമുക്ക് നിർഭയത്വം ലഭിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഹഫീൽ എന്നുള്ള ഇസ്മിൻ്റെ ഒരുപാട് അമലുകൾ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന വളരെ പ്രധാനപ്പെട്ട ചില അമലുകൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തത്. മറ്റു മജ്ലിസുകളിൽ ഇനിയും നമ്മൾ ഹഫീൽ എന്നുള്ള ഇസ്മിൻ്റെ അമലുകൾ ചർച്ച ചെയ്യും. നല്ല ഈമാനോടെയും തവക്കുലോടെയും ചെയ്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ റിസൾട്ട് നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.